ഹലോ, നമ്മൾ ഇന്ന് വന്നിട്ടിരിക്കുന്നത് വി നെക്കും പഫ് സ്ലീവുള്ള നൈറ്റി കട്ടിങ് വീഡിയോ ആയിട്ടാണ്. ആദ്യം നമ്മൾ 4 നീളത്തിൽ മടക്കിയതിന് ശേഷം നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചും ഷോൾഡർ 8 ഇഞ്ചുമാണ് അടയാളപ്പെടുത്തിയത്. ഷോൾഡറിന് താഴേക്ക് 8 ഇഞ്ച് ആം ഹോൾ ലെങ്ത്തും നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം അതിനുശേഷം നമ്മൾ നീളത്തിൽ ഇങ്ങനെ സ്കെയിൽ കൊണ്ട് വരച്ചതിന് ശേഷം ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ചെസ്റ്റ് ലൈനിലേക്ക് വരച്ചു. ചെസ്റ്റ് ലൈൻ നമ്മളിവിടെ ഡബിൾ എക്സൽ നൈറ്റിയാണ് കട്ട് ചെയ്യുന്നത്. അന്നേരം ചെസ്റ്റ് വിഡ്ത്ത് 12.5യും എന്നിട്ട് നമ്മളിനി ഹിപ്പ് ലെങ്ത്ത് ഇവിടെ 21.5യാണ് അടയാളപ്പെടുത്തുന്നത്. അവിടെ വിഡ്ത്ത് 12.5 അടയാളപ്പെടുത്തി. ചെസ്റ്റ് നമ്മൾ 12.25, ഇത് 12.5. എന്നിട്ട് അതിന് ശേഷം ചെസ്റ്റും ഹിപ്പിൻ്റെയും കൂടി നേരെ പിടിച്ചിട്ട് അതിൻ്റെ പകുതിയിൽ നമ്മൾ വേസ്റ്റ് അടയാളപ്പെടുത്തും. ഇങ്ങനെ ടാപ്പ് മടക്കി വെച്ചാൽ തന്നെ നമുക്ക് അതിൻ്റെ പകുതി കിട്ടും. അവിടെ നമ്മൾ വിഡ്ത്ത് കൊടുക്കുന്നത് 11.5യാണ്. 11.5 അടയാളപ്പെടുത്തി ആ ലൈനും 3 ലൈനും കൂടി കൂട്ടി താഴോളം ലൈനായിട്ട് വരച്ചു കൊടുക്കുക. പിന്നെ നമ്മളിവിടെ നെക്ക് ക്യാൻവാസിലാണ് ചെയ്യുന്നത്. പിന്നെ ആം ഹോളും ഇങ്ങനെ ഈ ചെസ്റ്റിൻ്റെ ലൈനും മേലോട്ടേക്കും വരച്ച് പിന്നെ സ്ലീവ് ലെങ്ത്ത് 8 ഇഞ്ചാണ്. പിന്നെ വിഡ്ത്ത് കൊടുക്കുന്നത് 12 ഇഞ്ച്. 12 ഇഞ്ച് കൊടുത്തത് നമുക്ക് പഫ് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ടാണ്. അന്നേരം 2 അടയാളപ്പെടുത്തി അവിടെ നിന്ന് മേലേക്ക് 8 ഇഞ്ചിലേക്ക് നമ്മളിങ്ങനെ കേവ് രൂപത്തിൽ വരയ്ക്കും സ്ലീവ്. ഞാൻ ഇപ്പം കാണിക്കുന്നത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന രീതിക്കാണ് കാണിക്കുന്നത്. പലരും പല രീതിയിലായിരിക്കും. ഞാനിപ്പം ചെയ്യുന്നത് പോലെയായിരിക്കും. ഞാൻ ചെയ്യുന്ന രീതിക്കാണ് ഞാൻ കാണിക്കുന്നത്. അതിനുശേഷം നമ്മളിവിടെ നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചും നെക്ക് ലെങ്ത്തും 3 ഇഞ്ച്. ബാക്കിൻ്റെത് ഫ്രണ്ട് 6 ഇഞ്ചാണ് കൊടുക്കുന്നത്. ലെങ്ത്താണ്. ഇതിപ്പോൾ നമ്മൾ വിഡ്ത്ത് തന്നെ 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. 3 ഇഞ്ച് കൊടുക്കും. വി നെക്ക് ആയതുകൊണ്ടാണ്. ഇവിടെ പിന്നെ എക്സൽ നൈറ്റിയും കൂടി ആയതുകൊണ്ട് നമ്മൾ 2.5 ഇഞ്ചിലും കൊടുക്കും. ഇത് 3 ഇഞ്ചാണ് ഇതിന് കൊടുക്കുന്നത്. ഇതൊരു എക്സൽ നൈറ്റിയാണ്. നമുക്ക് ഇങ്ങനത്തെ കേവ് ഇതുപോലത്തെ സ്കെയിൽ പോലത്തെ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ബാക്ക് വശമാണ്. ഇനി 2 സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമുക്കിവിടെ കട്ട് ചെയ്യേണ്ടത്. ആദ്യം നമുക്കെന്ത് ചെയ്യാം, ഈ അടയാളപ്പെടുത്തിയതെന്നെല്ലാം ഒന്ന് കട്ട് ചെയ്യാം. ആദ്യം നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് വെക്കും. അതിന് ശേഷം ബാക്കിയെല്ലാം കട്ട് ചെയ്യും. പിന്നെ നമ്മൾ നൈറ്റി മെറ്റീരിയലും നൈറ്റിയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നൈറ്റി മെറ്റീരിയലും കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നമ്മൾ ഹോൾസെയിലായിട്ട് റീറ്റെയിലായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ താഴോളം ഇങ്ങനെ കട്ട് ചെയ്തു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് എന്തെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് നമ്മൾ 2 സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടു പിടിച്ച് കട്ട് ചെയ്യാണ്. അതുപോലെ ഇങ്ങോളം അറ്റത്തേക്ക് കട്ട് ചെയ്യുക. നമുക്ക് ബാക്ക് വശത്തിൻ്റെ നെക്ക് കട്ട് ചെയ്ത് വെക്കാം. അത് ഫ്രണ്ട് നെക്കിൻ്റെ തുണി മാറ്റിയതിന് ശേഷം ബാക്ക് വശം നമുക്ക് ഇനി കട്ട് ചെയ്യാം. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത പാർട്ടായിട്ടാണ് നമ്മളിട്ട്. ഇത് തന്നെ ലോങ് വീഡിയോ പോലെ ആവും. അതുകൊണ്ടാണ് നമ്മൾ അടുത്ത പാർട്ടായിട്ട് നമ്മൾ ഇടും. ഇനി നമ്മൾ അത് 2 മടക്കി വെച്ചതിന് ശേഷം നമുക്കിനി ക്യാൻവാസ് എടുക്കാം. ക്യാൻവാസിൽ നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചും ഫ്രണ്ട് നെക്കാണ്. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് 6 ഇഞ്ചും. എന്നിട്ട് നമുക്കൊരു ബോക്സ് പോലെ വരയ്ക്കാം. അവിടെയും താഴെ നിന്ന് 3 ഇഞ്ച് അടയാളപ്പെടുത്താൻ നമുക്ക് തെറ്റാതെ നമുക്ക് വരയ്ക്കാൻ പറ്റും. എന്നിട്ട് 3 ഇഞ്ച് ഇതുപോലൊരു ബോക്സ് രൂപമാക്കി നമുക്ക് ലൈൻ വരയ്ക്കാം. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ഇതുപോലെ സ്കെയിൽ വെച്ചതുപോലെ നീളത്തിലേക്ക് വരയ്ക്കുക. ഇതൊരു വി രൂപത്തിൽ വി വരും. അപ്പം വി പോലെയുണ്ട്. പക്ഷെ നമ്മളിങ്ങനെയല്ല കട്ട് ചെയ്യുന്നത്. ഈ വീൻ്റെ ലെങ്ത്ത് നമ്മൾ എത്രയുണ്ടെന്ന് നോക്കുക. അതിൻ്റെ പകുതി നമ്മൾ അടയാളപ്പെടുത്തുക. ഇങ്ങനെ ടാപ്പ് പിടിച്ചാൽ തന്നെ നമുക്ക് പകുതി കിട്ടും.
അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് ഈ അടയാളപ്പെടുത്തിയാണ് നമ്മൾ പുറത്തോട്ടേക്ക് ഇത് വെച്ച പോലെ തന്നെ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് നമുക്കൊരു കേർവ് രൂപത്തിലേക്ക് വി അടയാളപ്പെടുത്തുക. നല്ലൊരു വി ആയിരിക്കും. മറ്റേ ഒരു ഭംഗി, അതിലും ഭംഗി ഈ വി ഇങ്ങനത്തെ ഒരു കേർവ് രൂപത്തിലുള്ള വി പോലത്തെ ആയിരിക്കും നല്ല ഭംഗി ഉണ്ടാവുക. നമുക്ക് 1 ഇഞ്ച് വീതത്തിൽ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെക്കുക. ഞാൻ ഫുൾ ക്യാൻവാസ് എടുത്തിട്ട് അങ്ങ് അടയാളപ്പെടുത്തുക ചെയ്തത്, വേറെ സെപ്പറേറ്റ് ആയിട്ടൊന്നും കട്ട് ചെയ്തിട്ടില്ല. നമുക്ക് അവിടെ കുറച്ച് വീതി വന്നതുകൊണ്ട് നമുക്കൊന്നും കൂടി അത് നെക്ക് വിട്ട് കട്ട് ചെയ്തതിന് ശേഷം അപ്പുറം ആ സൈഡിൽ കുറച്ച് വീതി കുറയ്ക്കാനുണ്ട്. നമുക്കവിടെ വീതി കുറയ്ക്കാം, അല്ലെങ്കിൽ തുണി ഒരുപാട് വേണ്ടി വരും. ഞാൻ ഇതിൻ്റെ വന്ന പീസ് കൊണ്ട് തന്നെയാണ് നെക്കിന് വേണ്ടിയിട്ട് പീസ് കട്ട് ചെയ്യുന്നത്. അത് ജോയിൻ്റ് ചെയ്തിട്ട് നെക്കിന് വെക്കാം. വേറെ സെപ്പറേറ്റ് ആയിട്ട് തുണിയൊന്നും ഞാൻ ലൈനിങ്ങിന് ഉപയോഗിക്കുന്നില്ല. വെറുതെ ഇതിൽ വരുന്ന പീസ് ഉണ്ടല്ലോ, നമുക്കത് തന്നെ വെച്ച് ചെയ്യാം. ഇതുണ്ടോ, ഇത് ഇങ്ങനത്തെ വി ആയിട്ട് നമുക്ക് നല്ലൊരു കേർവ് രൂപം. എന്നാൽ നമുക്ക് അടുത്ത സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.